الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വയോടെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഴ്ചതോറും വെള്ളിയാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കാനും ഖുത്ബ ശ്രവിച്ച് നമസ്കാരം നിർവഹിക്കാനുമൊക്കെ നിർബന്ധമാക്കിയത് എന്തിനാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ജനങ്ങൾക്ക് മുന്നിൽ ഖുർആൻ ഓതുകയും പ്രമാണവചനങ്ങൾ ഉദ്ധരിക്കുകയും ജനങ്ങളെ ഉണർത്തുകയും ചെയ്യുമായിരുന്നു. ഖുത്ബയുടെ ലക്ഷ്യം അത് ഉപദേശമാണ്, വഅളാണ്, താക്കീതാണ്, ഉണർത്തലാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും നമുക്ക് നമ്മുടേതായ ചില വിഷയങ്ങളും സംഭവ വികാസങ്ങളുമൊക്കെ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റാതെ കൃത്യമായ ധാരണയോടെ ബോധത്തോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ ജുമുഅ ഖുത്ബ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊരു നിർബന്ധം തീർക്കുക എന്നത് അല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് നമ്മുടെ ജീവിതത്തെ ഇതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ നടത്തിയ ഖുത്ബകൾ സഹാബത്ത് സാഗൂതം ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിനെ മാറ്റുകയും നരകത്തെയും ഖബറിനെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ അവർ കണ്ണു നിറക്കുകയും ചിലപ്പോഴൊക്കെയും ശബ്ദമുയർത്തി കരയുകയുമൊക്കെ ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് പറയുന്നവർക്ക് വായക്കൊരു എക്സസൈസും കേൾക്കുന്നവർക്ക് കാതിനൊരു ശബ്ദകോലാഹലവുമായി ഒരിക്കലും കലാശിക്കാൻ പാടില്ല. സത്യവിശ്വാസികളായ നമ്മൾ തികഞ്ഞ ബോധമുള്ളവരാണ്, അജണ്ടയുള്ളവരാണ്, ലക്ഷ്യമുള്ളവരാണ്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു മുത്തഖീങ്ങളുടെ പ്രത്യേകതയായിട്ട് എടുത്തു പറഞ്ഞത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു അവർ. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ കൃത്യമായി അചഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുന്നവരാകുന്നു എന്നാണ്. ദുനിയാവിൽ പരലോകത്തെ നിഷേധിച്ചവർ, പരലോകത്ത് നേർക്കുനേരെ ഇതെല്ലാം കാണുന്ന രംഗത്ത് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു മടക്കം തന്നാൽ ഇന്ന മൂക്കിനൂൻ, ഞങ്ങൾ മൂക്കിനീങ്ങളായിക്കൊള്ളാം എന്നാണ്.
കാഫിറുകളും നിഷേധികളും ഭൗതികവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാരും നിരീശ്വര നിർമ്മതവാദികളുമൊക്കെയും പരലോകത്ത് വെച്ച് പടച്ചറബിനോട് പറയുന്നത്, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് മടക്കിവിട്ടാൽ ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ളാമെന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ, മുവഹ്ഹിദുകളുടെ ക്വാളിറ്റിയായിട്ട് പറഞ്ഞത് അവർ ഭൂമിയിൽ നിന്ന് തന്നെ മൂഖിനീങ്ങളായി ജീവിക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് ആ ഒരു ദൃഢമായ വിശ്വാസം, അല്ലാഹിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല എന്നതാണ്. ഈ ദുനിയാവ് എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവുൻ, ഒരു വിനോദവും ഒരു തമാശയും, അത്രയുള്ളൂ ഈ ദുനിയാവ്. ഒന്നും തന്നെ നമുക്ക് എക്കാലത്തും നുകരാൻ പര്യാപ്തമല്ല ഈ ദുനിയാവിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അള്ളാഹു അത്രമേൽ ഗൗനിച്ചിട്ടല്ല നമ്മളെ ഈ ദുനിയാവിലെ ഈ സജ്ജീകരണങ്ങളും സെറ്റപ്പുകളൊക്കെ സംവിധാനിച്ചു വെച്ചത്. ഇതൊരു താൽക്കാലികതയാണെന്ന് ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ദുനിയാവിന്റെ ഒരു ദീനത്ത് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ഉറച്ച വിശ്വാസം, അതിന് യാതൊരുവിധ മങ്ങലും ബാധിക്കാത്ത കോലത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഫുട്ബോളിന്റെ ലോകകപ്പിന്റെ ഒരു ജ്വരത്തിലാണ് എല്ലാവരും ഉള്ളത്. ഓരോരുത്തർക്കും അതിനോടൊരു താല്പര്യവും അത് കാണാനൊരു ആഗ്രഹവും എല്ലാം ഉണ്ടാകാം. കളിക്കുന്നതും ശാരീരിക ഉന്മേഷത്തിനും ആവേശത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളെയൊന്നും ഒരിക്കലും ഇസ്ലാം നമുക്ക് നിരാകരിച്ചിട്ടില്ല. നമുക്ക് ഗുണപ്രദമായ ഒന്നിനെയും നമുക്ക് വിലക്കിയിട്ടുമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് കളിക്കുവാനും അല്പമൊക്കെ ഉന്മേഷവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ ഇത്തരം കാര്യങ്ങൾ കാണുവാനുമൊക്കെ നമുക്ക് അനുവാദമുണ്ടെങ്കിൽ പോലും ചില സുപ്രധാനമായ വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. ലോകകപ്പ് വരുമ്പോഴും മറ്റു ചില സന്ദർഭങ്ങൾ വരുമ്പോഴും ചിലർക്ക് ഒരു പ്രഡിക്ഷനുണ്ട്. എന്തായിരുന്നാലും മിമ്പറിൽ ഇത്തരം സന്ദേശങ്ങളായിരിക്കും വരിക, വിശദമായ വിമർശനങ്ങളായിരിക്കും വരിക. ഉസ്താദുമാരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോകാം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടാകാം. അവർക്ക് ദീന് പരിഹാസമാണ്. സുഹൃത്തുക്കളെ, ഒരിക്കലും പറയുന്നവരാര് എന്നതല്ല നമ്മൾ നോക്കേണ്ടത്, പറയുന്നത് എന്ത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രമാണം വെച്ചൊരു കാര്യം പറയുമ്പോൾ ഫമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ദീന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെക്കുറിച്ച് പറയരുത്, നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയരുത്, നിങ്ങളുടെ വിനോദങ്ങളെക്കുറിച്ച് പറയരുത്. പരലോകമില്ലാത്ത, പടച്ചറബിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ജൽപ്പിച്ചുന്നയിക്കുന്ന വാദഗതികളെ നിങ്ങൾ മുന്നോട്ട് ഉന്നയിക്കരുത്. കാരണം നിങ്ങൾ വിശ്വാസികളാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വാസികളാകണം. അള്ളാന്റെ കൽപ്പനയാണത്. എത്ര ഗൗരവത്തിലാണ് ആ കൽപ്പന. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ല പറയാ, ആമിനു, നിങ്ങൾ വിശ്വസിക്കണം. എന്താണ് ആ കൽപ്പന? നിങ്ങൾ വിശ്വാസം വെറുതെ ജൽപ്പിച്ചാൽ പോരാ, മറിച്ച് നിങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കണം. ശരിയായ നിലക്ക് നിങ്ങൾ വിശ്വസിക്കണം. സത്യസന്ധമായി നിങ്ങൾ വിശ്വസിക്കണം. സാദിഖായിരിക്കണം എന്നാണ്. സഹീഹായിരിക്കണം നിങ്ങളുടെ ഈമാൻ. അത് സാദിഖായിരിക്കണം നമ്മുടെ ഈമാൻ എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ ഗൗനിച്ചാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വളരെ ഗുണപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും അള്ളാഹിനെ മറന്നു പോകരുതെന്നാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നമ്മൾ പടച്ചവനെ മറന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും. ഞാനാരാണെന്നും എന്റെ ഉത്തരവാദിത്വം എന്താണെന്നും എനിക്ക് എത്രമേൽ വലിപ്പമുണ്ട്, സ്ഥാനമുണ്ട് എന്നതും ഒക്കെ നമ്മൾ മറന്നുപോയിട്ട് ഈവൻ ചിലപ്പോൾ ഒരു കുട്ടിയേക്കാളും തരം താന്നു പോകുന്ന സാഹചര്യമുണ്ടാകും. നാം എന്തു പറയുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചെയ്യുന്നു, നാം എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു എന്നതുപോലും മറന്ന് അല്ലെ, ഓരോരുത്തരും നിൽക്കേണ്ടിടത്ത് നിൽക്കണമെന്ന് പറയുന്ന പോലെ ആ നൃത്തത്തിന് കഴിയാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ആളുകൾ നമ്മെ കാണേണ്ട പോലെ കാണാത്തൊരവസ്ഥയുണ്ടാകും. നമ്മെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കാത്ത അവസ്ഥയുണ്ടാകും. നമ്മൾ തന്നെ സ്വയം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പടച്ചിറപ്പിന്റെ നിർദ്ദേശങ്ങൾ വകവെക്കാതെ നമ്മൾ മുന്നോട്ട് പോകരുത്. നമ്മുടെ കടമകളും കടപ്പാടുകളും മറന്നുകൊണ്ട് പോകരുത്. 5 നേര നമസ്കാരം നമുക്ക് കൃത്യമായി നിർവഹിക്കാനുള്ളതാണ്. ഇന്ന് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്തവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ തന്നെ വളരെ വ്യക്തമാണത്. എന്നാൽ ഒരു കളി കാണാനോ മറ്റു കാര്യങ്ങൾക്കോ യാത്രകൾക്കോ മറ്റ് സംഗതികൾക്കൊക്കെയും എത്ര നേരവും ഉറക്കമൊഴിക്കാനും എത്ര ക്ലേശം സഹിക്കാനും ആളുകൾ തയ്യാറാകുമ്പോൾ ഈ ഒരു വിരോധാഭാസം എന്തുകൊണ്ട് എന്നിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഒരു ആത്മവിചാരണ നടത്തേണ്ടതില്ലേ എന്ന് സഹോദരന്മാരെ ചിന്തിക്കാം. അതുകൊണ്ട് അള്ളാഹ്ക്കുള്ള കടപ്പാടുകൾ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹിനുള്ള നമസ്കാരങ്ങളും മറ്റ് ദീനീ കാര്യങ്ങളും കുടുംബത്തോടുള്ള ബാധ്യതകളും നമ്മുടെ ജോലിയോടുള്ള ആ ഒരു കടപ്പാടുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാധ്യതകൾ നമ്മൾ വിസ്മരിച്ചു പോയി കഴിഞ്ഞാൽ
നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിലും ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യണം. മഅറൂഫുകൾ ചെയ്താൽ നിങ്ങൾക്ക് നേരെയുള്ള മുസീബത്തുകൾ തടുക്കപ്പെടുന്നു. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കണം, ഒരാൾക്കും നിങ്ങൾ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കരുത് എന്നാണ്. നോക്കൂ, നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ തന്നെ ആ പ്രയാസപ്പെടുത്തൽ പാടില്ല. ഉമർ, താങ്കൾ അല്പം കരുത്തുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ തവാഫിന്റെ നേരത്ത് ശ്രദ്ധിക്കണം. താങ്കളെക്കാൾ ബലഹീനരായ പാവങ്ങൾ താങ്കളെ ചാരത്ത് ഒരുപക്ഷെ തവാഫ് ചെയ്യുമ്പോൾ തിക്കിയും തിരക്കിയും ആ പാവങ്ങൾക്ക് നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കരുതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയുടെ ആവേശത്തെ ചൊല്ലിയാണ് സംസാരിച്ചതെങ്കിൽ, സുഹൃത്തുക്കളെ, ഭൗതികമായൊരു വിനോദത്തിന്റെ പേരിൽ പരസ്പരം മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, പരസ്പരം ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അല്ലെ, പടക്കങ്ങളും മറ്റ് സംഗതികളൊക്കെ പൊട്ടിച്ച് ബഹളമുണ്ടാക്കി തലച്ച് ആളുകളുടെ ഉറക്കവും ആളുകളുടെ സ്വസ്ഥ സമാധാനമായ പിന്നെ കുടുംബ ജീവിതത്തിനുമൊക്കെ വിലങ്ങ് തടിയാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും എന്തിന്റെ പേരിലും പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിലേക്ക് ചേർത്ത് വെക്കേണ്ട മറ്റു പോയിന്റുകളൊക്കെ നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ദൂർത്താണ്. അള്ളാഹ് നമുക്ക് തന്ന സമ്പത്ത് എന്തിന് വിനിയോഗിച്ചു എന്ന് പടച്ചവനടുത്ത ചോദ്യമാണ്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. ഖബറിലെ ചോദ്യമാണ്, നീ സമ്പത്ത് എവിടെ നിന്നുണ്ടാക്കി, എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു. ഒരണപ്പൈസ നമ്മൾ എവിടെ കൊണ്ടുപോയി ചിലവാക്കി എന്നുള്ളത് കണക്ക് ബോധ്യപ്പെടുത്താതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിന് ചിലവഴിച്ച കാശിന് നാം എന്ത് മറുപടി പറയും? ലഹരിക്ക് വേണ്ടി നാം ഉപയോഗിച്ച കാശിന് എന്ത് മറുപടി പറയും? കരിമരുന്നിന് വേണ്ടിയിട്ട്, അല്ലെ, പലപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആഘോഷത്തിന്റെ പേരിലൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും പൊട്ടിച്ചു തീർക്കുന്നവരുടെ വീട് മഴയത്ത് ചോർന്നൊലിക്കുകയാണ്. ആ പൊട്ടിച്ചു തീർത്ത കാശ് മതിയായിരുന്നു ആ ചോർച്ച നിർത്താൻ. ആ മക്കൾക്കൊരു സ്ലൈറ്റോ ഒരു പെൻസിലോ ഒരു കളർ ബോക്സോ അവർക്ക് മഴയത്ത് ചൂടാൻ പറ്റിയ നല്ലൊരു കുടയോ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ആളുകൾ ആഘോഷത്തിന്റെ പേരിൽ 10,000-കണക്കിന് രൂപയാണ് രാവും പകലും പൊട്ടിച്ചു തീർത്തത്. പടച്ചവൻ ആവശ്യത്തിന് നൽകിയ സമ്പത്തിനെ അനാവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ നിങ്ങൾ, ദാരിദ്ര്യം നമ്മെ തേടി വരും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാം അള്ളാഹു ഒരു തോതനുസരിച്ചാ തന്നത്. അത് അളവിനനുസരിച്ച് ഓരോ ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാനുള്ളതാണ്. പണം അനാവശ്യമായി അവിടെയും ഇവിടെയും കൊണ്ടുപോയി ചെലവഴിച്ചിട്ട് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോൾ ആ പ്രതിസന്ധിക്ക് പടച്ചറബിന്റെ വിധിയോ ഉത്തരവാദിത്വം ഏൽക്കുകയില്ലെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ ഒരിക്കലും ദൂർത്ത് കാണിക്കരുത്, അനാവശ്യമായിട്ട് പണം ചിലവഴിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എത്ര സംഖ്യകൾ മുടക്കിയിട്ടാണ് വലിയ വലിയ കട്ടൌട്ടുകളും തങ്ങളുടെ പാർട്ടിക്ക് തങ്ങളുടെ പിന്നെ ഗ്രൂപ്പിന് ടീമിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ആളുകൾ സ്വന്തമായിട്ട് വസ്തുക്കൾ വാങ്ങുന്നു. ഇതുപോലെ പടക്കങ്ങളും മറ്റും വാങ്ങിവെക്കുന്നു. വലിയ വലിയ 10,000 വിലപിടിപ്പുള്ള കട്ടൌട്ടുകൾ, വലിയ ഫ്ലക്സുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ഇവിടെയാണ് എന്നൊക്കെ പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ, എത്രയോ ആളുകൾ ഈ മഴയത്ത് ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നുണ്ട്. ആ കാശ് അവർക്ക്, അതെ, നിങ്ങളുടെ ടീമിന് വേണ്ടി തന്നെ ആകട്ടെ, നിങ്ങളുടെ ടീമിന് വേണ്ടി ഇതാ ഞങ്ങൾ ഈ വീട് ഞങ്ങളുടെ ടീമിന് വേണ്ടി പുതുക്കിയിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ ടീമിന്റെ സ്പിരിറ്റ്. അങ്ങനെയെങ്കിലും ചെയ്യാൻ ആരും തയ്യാറാകാതെ എത്രയോ രോഗികൾ സുഹൃത്തുക്കളെ, എത്രയാണ് നോക്കൂ, ഒരു ചികിത്സക്ക് ഒരു ഓപ്പറേഷൻ 25 ലക്ഷം രൂപ ചിലവ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര രോഗികൾ അങ്ങനെ സാമ്പത്തികമായി പ്രയാസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ആൾക്കാരുണ്ട്, അല്ലെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആൾക്കാർ. നമ്മളൊരു കംഫർട്ട് സോണിലാണ് എന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടിലൂടെ ഒന്ന് ഇറങ്ങിത്തിരിച്ചാൽ തന്നെ ക്യാൻസർ രോഗികളുള്ള വീടുകൾ, കിഡ്നി പേഷ്യൻസ്, എത്ര മാസത്തിൽ എത്ര രൂപയാണ് അവർക്ക് ചിലവായിട്ടുള്ളത്. കിഡ്നി മാറ്റിവെച്ച ഒരു സഹോദരൻ, നല്ല കാഴ്ചക്ക് നല്ല ആരോഗ്യമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രതിമാസം ഒരു 8 മുതൽ 12,000 രൂപ വരെ എനിക്ക് മാത്രം മരുന്നിന് വേണം. പിന്നെ എന്റെ ഉമ്മയാണ് എനിക്ക് തന്നത്, ഉമ്മക്കും വേണം സ്ഥിരമായിട്ട് മരുന്ന് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ സഹോദരന്മാരെ, ഇങ്ങനെ പാഴാക്കി കളയുന്ന സമ്പത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ കരീഹ ലക്കും സലാസ. അല്ലാഹ് 3 ആളുകൾ വെറുത്തിരിക്കുന്നു എന്നാണ്. ആരെയാണ്? ഖീല വഖാൽ. കണ്ടതും കേട്ടതും പറഞ്ഞെടുക്കുക. എവിടുന്നാ കിട്ടിയത് എന്താണെന്ന് നോക്കാതെ തന്നെ ഷെയർ ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക, പടച്ചോണ്ട് കോപം കിട്ടും. വ ഇളാഅത്തുൽ മാൽ എന്നാണ്, സമ്പത്ത് വേസ്റ്റ് ആക്കുക. കുറച്ചൊക്കെ കാശും കുറച്ചൊക്കെ അതൊക്കെയുള്ള ആൾക്കാർക്ക് ഷൈൻ ചെയ്യാനുള്ള ടൈമാണ്. ചെക്കന്മാരൊക്കെ ഒന്ന് കൈ പിടിച്ചാനും കയ്യിലെടുക്കാനൊക്കെ പറ്റിയതാ ഫ്ലക്സ് ഞാൻ ഓഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്കന്മാരൊക്കെ ഒന്ന് കയ്യിൽ കിട്ടും. പ്രത്യേകിച്ച് നാട്ടിലൊരു പണി ചെയ്യാത്ത ആൾക്കാർ ഈ ഫുട്ബോളും ഇങ്ങനത്തെ ഗാനമേള ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുമ്പോഴാണ് അവർ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നത്. നാട്ടിലെ അറ്റൻഷൻ കിട്ടാൻ പറ്റിയൊരു സമയമാണിത് എന്ന് വിചാരിച്ചിട്ട് സുഹൃത്തുക്കളെ, പടപ്പുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ പടച്ചോന്റെ അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകും.
അതുകൊണ്ട് പടച്ചവന്റെ ശ്രദ്ധയും പടച്ച റബ്ബിന്റെ സഹായവുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന കാലമാണ്. ബിസിനസ് രംഗത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പോഴും അല്ലേ. ഇറാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ GCC കൺട്രീസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. നിരവധി ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടക്കാൻ പോകുന്നു, അടച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നന്നായി സാരമായി ബാധിക്കും. പള്ളിയിൽ മുമ്പിൽ നീട്ടുന്ന ബക്കറ്റിൽ ഒരു 100 ഉറുപ്പിക ഇടാൻ ആൾക്കാർക്ക് ബേജാറാണ്. കാരണം എന്താ, ആ 100 ഉറുപ്പിക ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്കെന്തെങ്കിലും ആവശ്യമെന്ന് ഞാൻ എന്താ കാട്ടുകയെന്ന്. പടച്ചോന്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ ബേജാറുള്ള ആൾക്കാർ ഒരു യൂസും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നത് കാണുമ്പോൾ ലജ്ജയാണ് സഹോദരന്മാരെ പലപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്ന ആൾക്കാര്, ഖുത്ബ നമുക്കുള്ളൊരു ഉപദേശമാണ്. മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് കേട്ട് അനുസരിക്കാൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ അതിലാണ് വിജയമുള്ളത്. മനസ്സിലായില്ലേ? വിജയം എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള വേസ്റ്റേജുകൾ നമ്മൾ ഒഴിവാക്കുക, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ള. നാലാമത്തെ കാര്യം തരങ്ങൾ ഇത് ഓരോ പാർട്ടി ഓരോ ടീമിനോടും ഓരോ താരങ്ങളോടുമുള്ള ആരാധന മൂത്തിട്ട് അവരെ പോലെ ഡ്രസ്സ് ധരിക്കുക, അവരെ പോലെ മുടികെട്ട് ചെയ്യുക, അവർ ചെയ്യുന്ന പോലെ പച്ച കുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് ഓരോ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരും. കളി വരും, അത് കഴിഞ്ഞാൽ പിന്നെ കാര്യം വരും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയങ്ങൾ വരും. അതിനനുസരിച്ച് കോലം കെട്ടാനുള്ളവരല്ല വിശ്വാസികളായി നമ്മൾ. നമുക്ക് കൃത്യമായൊരു മാതൃകയുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അവിടുന്ന് നമ്മളോട് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, മുടിവെട്ടുന്ന കാര്യത്തിൽ അല്ലെ, ഒരു ഭാഗം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന ഖസഇനെ റസൂലുള്ളാഹി നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്റെ ടീമിനോടുള്ള ഒരു കൂറിന്റെ ഭാഗമായി അങ്ങനെ മുടിവെട്ടുന്ന ആൾക്കാർ, അതിനനുസരിച്ച് വേഷം കെട്ടുന്ന ആൾക്കാർ അല്ലെ. ഇനി പള്ളിയിൽ റൊണാൾഡോയും മെസ്സിയും ഒക്കെ നിസ്കരിക്കാൻ വരുന്ന കാലാണ് അല്ലെ. പള്ളിയിൽ ഓരോരുത്തർ ജെയ്സി ഇട്ടിട്ടാണ് വരിക. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അല്ലാ യസല്ലിയ ഫീ സൗബിൻ ഫീഹി നഖൂശുൻ ഔ കിതാബാതുൻ ഔ അൽവാനുൻ ഔ തസാവീറുൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ എഴുത്തുകുത്തുകളോ ചിത്രപ്പണികളോ നമ്മുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിലുള്ള വസ്ത്രം നിങ്ങൾ ധരിച്ചുകൂടാ എന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളും വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ടീമൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിന്നൊക്കെ വരും, ആ കളി കാണാൻ നമുക്ക് ഒരു പൂതിയൊക്കെ ഉണ്ടാവും, ആ കളിയൊക്കെ നമ്മൾ കണ്ടു എന്നൊക്കെ വരും. എന്നല്ലാതെ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുന്നത് പോലെ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ദീനും അതിന്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും നമ്മുടെ ഒരു മാതൃകയും ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു അനുകരണമോ ഒരു ഭ്രമമോ ഒരു കായിക മത്സരങ്ങളോടൊരു അമിതമായ താല്പര്യമോ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം നമ്മളെല്ലാവരും മനസ്സിരുത്തേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അനിസ്ലാമികമായ ഒരുപാട് വിഷയങ്ങൾ ഇതിലൂടെ കടന്നു വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. അതായത് ഇന്ന ടീം ജയിച്ചാൽ ഞാൻ അങ്ങനെ ആക്കും, ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടയടിക്കും അല്ലെ, ഒരു ഭാഗം മീശ വടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. വലിയ പാർട്ടി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താ സുഹൃത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി പണിയെടുക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം. അതല്ലാതെ മുടിയും മീശയും പാതി വടിച്ചിട്ട് കാണിക്കുന്ന ഷോ ഇറക്കലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് അവരുടെ അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം. ഇവിടുത്തെ ഓരോ പൗരനും അവന്റേതായ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ പേരാണ് ഇന്ത്യൻ ജനാധിപത്യം. അതുകൊണ്ടാണ് മറ്റു ഇതര ജനാധിപത്യത്തിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം വേർതിരിക്കുന്നത്. ആ ജനാധിപത്യത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഡിസ്പ്ലേ ചെയ്യുക, എക്സിബിറ്റ് ചെയ്യുക, ആൾക്കാർക്കിടയിൽ ഞാനൊരു ആളായി മാറുക, അതിനുള്ളതല്ല രാഷ്ട്രീയം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഷോ കാണിക്കലുകളിൽ നിന്ന് നമ്മൾ മാറിയിരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രത്യേക പേരുണ്ട് അത്തരം ഷോകൾക്കൊക്കെ. അത്തരം ഷോകൾക്ക് നമ്മൾ പോകാതിരിക്കുക. ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും അടിപിടികളും അതുപോലെ തന്നെ വലിയ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കലുകളും വെച്ചുവെക്കലുകളും ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ഇത്തരം ഉപദേശങ്ങളൊക്കെ തരുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു പൈശാചികമായിട്ടുള്ള ചിന്തകൾ വരാറുണ്ട്. ഒരു ആസ്വാദനത്തിനും ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്ത് വന്നാലും അവിടെ ഉപദേശം, ഇവിടെ ഉപദേശം, അതിനും എതിർപ്പ്, ഇതിനും എതിർപ്പ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തെ, നീ ഒരു മുഅ്മിനാണോ എങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. ഇത് ദുനിയാവാണ്. ദുനിയാവ് മുഅ്മിന് ജയിലാണ്. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധികൾക്കാകട്ടെ ഇത് ജന്നത്താണ് എന്ന് പറയാൻ കാരണം എന്താ പറയുക? പരലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദുനിയാവ് നമുക്ക് ജയിലാണ്. ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഇവിടെ ഒരുപാട് നിയമങ്ങളും നമുക്കൊരുപാട് അതിരുകളൊക്കെ പടച്ചോ വെച്ചിട്ടുണ്ട്. ആ അതിരുകളൊക്കെ വെച്ചത് എന്തിനാണെങ്കിൽ നമുക്ക് ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും ഗുണം ലഭിക്കാൻ വേണ്ടിയാണ്. നാളെ ഒരാൾ നഖം കടിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചോ നമുക്ക് പലതും ഹറാമാക്കിയിട്ടുള്ളത്. നിങ്ങളൊന്ന് നിഷ്കളങ്കമായി പഠിച്ചു നോക്കി. ലഹരി
ലഹരി അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. എന്തെങ്കിലും ദോഷമുണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ലല്ലോ. പലിശയെ സംബന്ധിച്ച് ഒരു വട്ടെങ്കിലും പലിശയിൽ കുടുങ്ങിയ ആൾക്കാരോട് ചോദിച്ചു നോക്കി എന്താ പലിശന്റെ അവസ്ഥ. അപ്പൊ അള്ളാഹ് ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഖൈറിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയാം. പിന്നെന്താ അറിയോ, ജീവിതം എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്, ഇവിടെ പരമാവധി എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തുമാകാം. നമ്മുടെ വിശ്വാസം അതല്ല. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറത്തിൽ അചഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുന്നവരാകുന്നു അവർ എന്നാണ് അല്ലെ. ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് ശരീരം പാടുവീണപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദേഹം കണ്ട് ഉമർ കരഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ ആ വാക്കാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ, ഉമറേ എനിക്കെന്താണ് ഉമറേ ഈ ദുനിയാവിലുള്ളത്, ഞാനൊരു വഴിപോക്കനല്ലേ ഈ ദുനിയാവിൽ എന്നാണ് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നാളിതുവരെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, നമ്മളാണ് അതിന്റെ തലപ്പത്തുള്ളത്, നമ്മളില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ പല ഫാക്ടേഴ്സും നമ്മൾ അതിലേക്ക് പിടിച്ചു വലിക്കാനുണ്ടാകാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നഷ്ടവും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകളും വാരിക്കൂട്ടുന്ന ഒരു ആക്ടിവിറ്റിയുടെയും ഭാഗമായി നമ്മൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്ന് മാറിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു പിന്തിരിപ്പനായിട്ടും ഒന്നിനും കൊള്ളാത്തവനായിട്ടൊക്കെ ആളുകൾ ചിത്രീകരിച്ചേക്കാം. അങ്ങനെയാണല്ലോ, മോശമായിട്ട് വേഷം ധരിക്കുമ്പോൾ ആർക്കും പരാതിയില്ല. ഒരു ഇസ്ലാമിക വേഷം ധരിച്ചൊരു പെണ്ണ് നടക്കുമ്പോഴാണ് പിന്തിരിപ്പനാകുന്നതും കാലത്തിന് യോജിക്കാത്തതാകണമൊക്കെ. കള്ളുകുടിച്ചാണെന്ന ഒരു പ്രശ്നമില്ല. എന്നാൽ ഒരു യുവാവ് കള്ളുകുടിയും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഓൻ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാലത്ത് ദീന് പാലിച്ച് ഉറബാകൾ അപരിചിതരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരാ അപരിചിതർ? കാലം നാശത്തിലേക്ക് നയിക്കുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടാക്കിയതിനെ നന്നാക്കുന്ന ആളുകളാകുന്നു ആ ഖുറബാകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക, എല്ലാ രംഗത്തും സൂക്ഷ്മത പാലിക്കുക. ദീനിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളൂ എന്ന് മനസ്സിൽ കൊത്തിവെച്ച് മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുക. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെയായിട്ട് ഓടി നടക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ സമയത്തിനിടക്ക് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ മരണമെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടതാണ്. കഴിഞ്ഞ ദിവസം മമ്പാട് സ്വദേശിയായ ഹാഷിം എന്നു പേരുള്ള 17 വയസ്സുകാരൻ സുബഹ് നിസ്കരിച്ച് വീട്ടിലെ അപ്സ്റ്റെയറിന്റെ തന്റെ റൂമിലേക്ക് കിടക്കാൻ പോയ അവൻ തലവേദനിക്കുന്നു എന്നും പറഞ്ഞ് താഴോട്ടിറങ്ങി വന്ന് ഉമ്മ കൊടുത്ത ചായ കുടിച്ച് അത് ഛർദ്ദിച്ച് അവശനിലയിലായപ്പോൾ കുടുംബം അവനെയും എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് മഞ്ചേരിയിലേക്ക് വിട്ടു. അവിടെ നിന്ന് പെരിന്തൽമണ്ണ മൗലാനയിലേക്ക് പോയി. അവിടെ വെച്ച് സർജറിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ തലവേദന തലച്ചോറിൽ ബ്ലീഡിങ്ങിന്റെ ഒരടയാളമായിട്ട് പ്രകടമാക്കിയതായിരുന്നു. യാത്രാമധ്യേ അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയും 17 വയസ്സുള്ളൊരു കുട്ടി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അള്ളാഹു ഹാഷിമിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു കുട്ടി മാത്രമല്ല, നിരവധി ചെറുപ്രായക്കാർ ഇന്ന് പെട്ടെന്ന് മരണം വരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അറ്റാക്കായിട്ടും സ്ട്രോക്കായിട്ടും പലതരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായിട്ടുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഭാഗമായി അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് മയ്യത്തുകൾ നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകാം. നമ്മൾ ജീവിച്ച് വളർന്ന ശീലങ്ങൾ വേറെയായിരിക്കാം. നമ്മൾ പഠിച്ചതും നമ്മൾ വളർന്നതും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഡിഫറന്റ് ആയിരിക്കാം. പക്ഷെ ഭൂമിയിൽ ജനിച്ചവരെന്ന നിലക്ക് നമ്മൾ മരിക്കാതിരിക്കുമോ? ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണല്ലോ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണല്ലോ. പക്ഷെ പടച്ചോനറിയാലോ നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമ്മുടെ ദീനൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നമ്മളൊക്കെ എത്രത്തോളം വഴികേടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് അടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയില്ല. നമ്മുടെ കൂടെ കിടക്കുന്ന ഇണകൾക്ക് പോലും അറിയില്ല. നമ്മുടെ ദേഹത്ത് ഓടി നടക്കുന്ന കളിചിരികളുമായിട്ട് നമ്മെ ബഹുമാനിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലും അറിയില്ല. പക്ഷെ നമുക്ക് നന്നായി അറിയാം നമ്മൾ ഓരോരുത്തരും ആരാണെന്ന്. സുഹൃത്തുക്കളെ, ഈ ശരീരം നാളെ മയ്യത്തായി ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ
നമുക്കവിടെ സന്തോഷമുണ്ടാകുമോ, നമുക്കവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും ആലോചിക്കുന്നതിനേക്കാൾ, മഴ കനക്കുമ്പോൾ പ്രളയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ, രോഗങ്ങൾ പടർന്ന് പന്തലിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. എന്താണോ, നമുക്ക് കൂട്ടും കുടുംബവും ആരോഗ്യവും തണ്ടും തടിക്കണ്ട്. ഈ തണ്ടും തടിക്കൻ തരങ്ങൾ ഈ ഇത്തിരി പോന്ന മനുഷ്യന്മാരെ അടി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഹ്രിഖൽ അർദ് വലൻ തബ്ലുഗൽ ജിബാലു തൂല. നിനക്ക് ഭൂമിയെ പിളർത്താനോ പർവ്വതങ്ങൾക്ക് സമാനമായി വളരാനോ ആകില്ല. അതുകൊണ്ട് വല തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ അഹങ്കാരത്തോടുകൂടെ നടക്കരുതെന്ന. ഇത്തിരി പോന്ന മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ പൈസക്കാരനായിരിക്കാം, നമ്മൾ വിദ്യാസമ്പന്നനായിരിക്കാം, നമ്മൾ നല്ല ആരോഗ്യവും മസിൽ പവർ ഉള്ളവനായിരിക്കാം, നല്ല സ്റ്റാറ്റസ് ഉള്ളവനായിരിക്കാം. പക്ഷെ അള്ളാന്റെ മുമ്പിൽ സുഹൃത്തുക്കൾ നമ്മൾ അടിമകളാണ്. നമ്മൾ ഇങ്ങോട്ട് മരിക്കുന്നതോടുകൂടെ ഇവിടെ ഒന്നും മുടങ്ങുന്നില്ല. നമ്മൾ ഇരുന്ന ചെയറിൽ മറ്റൊരാൾ ഇരിക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്ത് ഓഫീസിലേക്ക് മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അസാന്നിധ്യത്തെ തീർക്കാൻ അവിടെ മറ്റൊരാൾ കടന്നു വരികയാണ്. ഇത് നമ്മൾ കൃത്യമായി ഗൗരവത്തോടുകൂടെ തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സ് പറയും. അതെന്താണെന്നറിയോ, ഈ മിടിക്കുന്ന ഹൃദയം നിലച്ചുപോയാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. ആ ഒറ്റക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊരുക്കി. ഒരു നിസ്കാരം പോലും മര്യാദയ്ക്ക് നിസ്കരിക്കാൻ നമുക്കൊണ്ട് പറ്റുണ്ടോ? വേറൊന്നും ചിന്തിക്കാതെ ആത്മാർത്ഥമായി നിസ്കരിക്കാൻ പറ്റുന്നു. ആ നിസ്കാരം കഴിഞ്ഞാൽ ഇതിന്റെ ശേഷമുള്ള അദ്കാറുകൾ മനസ്സറിഞ്ഞ് പടച്ചോന്റെ അടുത്ത് ഇത്ര കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലാൻ പറ്റുണ്ടോ? അതിനുശേഷമുള്ള സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്നു. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ, ഒരു 5 പൈസയെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതുപോലെ നമ്മുടെ വേഷത്തിലും നമ്മുടെ മറ്റ് എല്ലാ രംഗത്തുമുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ച് നമുക്ക് പോകാൻ പറ്റുണ്ടോ? നിത്യജീവിതത്തിൽ പടച്ചറബ് പരിചയപ്പെടുത്തിയിട്ടുള്ള നിരവധി അദ്കാറുകൾ അല്ലെ, ഒരു ചെലവുമില്ല, നയാ പൈസ ചെലവില്ലാതെ ഈ നാവ് കൊണ്ട് നാവ് ചലിപ്പിച്ചാൽ കൂലി വാരാൻ പറ്റിയ അദ്കാറുകളും ദുആകളും നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. കരയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. മരിച്ചുപോയല്ലോ പാവം എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു കുട്ടി പോലും നമ്മെ സഹായിക്കാനില്ലാത്ത ഏകാന്തതയുടെ ഖബറും ഏകാന്തതയുടെ പരലോകവും ഏകാന്തതയുടെ വിചാരണയും ഏകാന്തതയുടെ മീസാനും നമുക്ക് കടന്നുപോകാനുണ്ടെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സുഹൃത്തുക്കളെ, അനിവാര്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. സമയം എത്ര പെട്ടെന്നാ പോണ്. ഓരോ വെള്ളിയാഴ്ചയും പെട്ടെന്ന് പോവുക. ജുമുഅയുടെ സമയം പെട്ടെന്ന് നീണ്ടു പോവുക. ഓരോരുത്തരും ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുക. സമയം വേഗത്തിൽ പോവുക. സുഹൃത്തുക്കളെ, സമയമല്ല പോകുന്നത്, നമ്മുടെ ജീവിതമാണ് പോകുന്നത്. കൂടെ ജീവിച്ച പലരും ഖബറിലെത്തി. ഓരൊക്കെ നമ്മൾ ഖബറടക്കി തിരിച്ചു പോന്നു. നമ്മൾ ജീവിക്കുമ്പോൾ അവരെക്കാൾ ഒരു ദിവസം കൂടുതൽ ജീവിച്ച നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മിലേക്ക് കടന്നു വരുന്ന ഹറാമുകളെ നമ്മൾ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണ്. ഒരു കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറും അല്ലേ, ജമാഅത്ത് നിർവഹിക്കാത്തവനെ തല ചതച്ചരക്കും, വ്യഭിചരിച്ചവനെ അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ചെമ്പിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചുകൊണ്ടിരിക്കും. പലിശയുമായി ജീവിച്ചവൻ രക്തപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഖബറിലുള്ള ഭയാനകമായ ശിക്ഷയാണെങ്കിൽ നരകത്തിൽ ഇതിനേക്കാൾ വലിയ ഭീകരമായ ശിക്ഷയാണ്. സുഹൃത്തുക്കളെ, ഒരിക്കൽ മരിച്ചാൽ പിന്നെ മരണമില്ല, പിന്നെ മരണമേ മരിക്കൂ, നമ്മൾ മരിക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്ത് വില കൊടുത്തും പടച്ചറബിലേക്കൊരു മടക്കം അനിവാര്യമാണ്. ഏത് നിമിഷത്തിൽ വെച്ച് ഞാൻ മരിച്ചാലും പടച്ചോന്റെ അടുത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു കോലത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് ഉറപ്പിക്ക സഹോദരന്മാരെ. ശൈത്താൻ നമ്മുടെ കൂടെയുണ്ട്. ശൈത്താന്റെ കൂട്ടാളികളായ മനുഷ്യന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഡിവൈസസും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് തെറ്റിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ യാത്ര ഖബറിലേക്കാണ്. വെളിയാളം വരും മുമ്പ് റെഡിയായി നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വന്നുപോയ വീഴ്ചകളെല്ലാം അല്ലാഹു ഒരു തരി പോലും ബാക്കിയില്ലാതെ മായ്ച്ചു കളയുകയും പരലോകത്ത് മറച്ചു വെക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമയത്തിൽ, ഇൽമിൽ, അമലിൽ എല്ലാത്തിലും അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അല്ലാഹു
കൊടുക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ. അതിനു പറ്റിയൊരു ഭരണമാറ്റം അല്ലാഹു ഈ രാജ്യത്തിന്റെ തലപ്പത്തുണ്ടാക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹുവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധഭീതിയിൽ കഴിയുന്ന GCC കൺട്രീസിനും അതിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും അല്ലാഹു ആശ്വാസം, സ്വാതന്ത്ര്യവും സമാധാനവും നൽകുമാറാവട്ടെ. മനുഷ്യരെ കൊന്നൊടുക്കി അതിലൂടെ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള ലോകത്ത് വൻകിട ശക്തികളായി അറിയപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും പടച്ച റബ്ബ് അർഹിക്കുന്നത് നൽകുമാറാവട്ടെ. അവർക്ക് അല്ലാഹു ബോധം കൊടുക്കുമാറാവട്ടെ. അവരുടെ അഹങ്കാരത്തിന് തിരിച്ചടി സമ്മാനിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.